Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wa ashhadu anna Muhammadan abduhu wa rasuluh. Arsalahu bil huda wa dinil haqq liyudhhirahu ala ad-din kullihi walau karihal mushrikun. Allahumma salli ala Muhammadin wa ala ali Muhammad. Amma ba'du fa inna khairal hadisi kitabullah wa khairal hadyi hadyu Muhammadin sallallahu alayhi wa sallam wa sharral umuri muhdatsatuha fa kullu muhdatsatin bid'ah wa kullu bid'atin dalalah. A'udzu billahi minasy syaithanir rajim. Ya ayyuhalladzina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nasu taqu rabbakumul ladzi khalaqakum min nafsin wahida wa khalaqa minha zawjaha wa batha minhuma rijalan katsiran wa nisaa. Wattaqullaha alladzi tasaaluna bihi wal arham. Innallaha kana alaykum raqiba. Ya ayyuhalladzina amanu taqullaha wa qulu qawlan sadida yuslih lakum a'malakum wa yaghfir lakum dhunubakum wa man yuti'illaha wa rasulahu faqad faza fawzan azima. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തിപ്പാലി ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതം വിശുദ്ധമാവുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യവും കൂടിയാണ്. വ്യക്തികളുടെ ജീവിതം മലിനമായാൽ അതിൻ്റെ ദോഷം അവന് സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കും, വീട്ടിലുണ്ടാകും, സമൂഹത്തെയും അത് ബാധിക്കും. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചാൽ അത് അഫ്ലഹ മൻ തസക്ക, വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു, ആത്മസംസ്കരണം നേടിയവൻ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അതോടുകൂടി ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പൂർണ്ണമായ സൗഖ്യം എന്ന അവൻ്റെ ആഗ്രഹം, അതിരുകളില്ലാത്ത സന്തോഷം എന്ന ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹം നമ്മെ ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബിന് കഴിയും. അതുകൊണ്ട് തന്നെ ആ ലോകത്തേക്ക് മരണത്തോടുകൂടി അവരെ പ്രവേശിപ്പിക്കും. അതുകൊണ്ട് തന്നെ ദീനീ ജീവിതം എന്നത് അഭിമാനമാണ്, ദീർഘദൃഷ്ടിയാണ്, ബുദ്ധിയാണ്. ഭൗതികമായി ചിന്തിക്കുന്നവർക്ക് ദീനീ ജീവിതം കുടുസാണ്. അതേപോലെ തന്നെ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ദീന് വേണ്ടാന്നല്ല, അങ്ങനെയുണ്ട് ഒരു ദീൻ എന്നൊക്കെ പറയും. കാരണം പരലോക വിശ്വാസം ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തിന് നന്മ ചെയ്യണം, എന്തിന് ഈ ലോകത്തെ സുഖങ്ങളും ആഡംബരങ്ങളും നഷ്ടപ്പെടുത്തണം എന്ന് ചിന്തിക്കൽ സ്വാഭാവികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ മൊത്തം ഇത് മതാഅാണ്, അല്ലാഹുവിൻ്റെ വിഭവങ്ങളാണ്. ആ വിഭവങ്ങളിൽ ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് അൽ മർഅത്തു സ്വാലിഹ, ഒരു സൽവൃത്തയായ സ്ത്രീ. മനുഷ്യ സമൂഹത്തിൽ വിഭവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല വിഭവം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഓരോ വീടിൻ്റെയും ഓരോ കുടുംബത്തിൻ്റെയും കൂടുതൽ കാര്യങ്ങളിൽ ഇടപെടുന്ന സ്ത്രീ. ആ സ്ത്രീ എന്ന് പറയുന്നത് സത്യവിശ്വാസിയും സൽവൃത്തയുമാകുമ്പോൾ
വലിയ ഒരു പ്രകാശമാണ് ആ വീട്ടിൽ, ആ കുടുംബത്തിൽ, ആ നാട്ടിലുണ്ടാകുന്നത്. അതിൻ്റെ അനുനരണങ്ങൾ മക്കളിലേക്ക്, മറ്റു കുടുംബാംഗങ്ങളിലേക്ക്, വീട് മൊത്തം ദീനായി മാകുന്നതിൽ വലിയ സ്ഥാനം വഹിക്കും. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികൾക്ക് മാതൃകയായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തു തഹ്രീമിലെ 11-ാമത്തെ ആയത്തിൽ വലറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് മാതൃകയായി ഫിർഔനിൻ്റെ ഭാര്യയെ പറയുകയാണ്. ആസിയ ബീവി പ്രാർത്ഥിക്കുകയാണ്, ഇദ് ഖാല റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. സത്യനിഷേധിയായ സത്യനിഷേധികൾക്ക് നേതൃത്വം നൽകുന്ന പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമിനെ വകവരുത്താനും അവിടുത്തെ സ്വഹാബികളെ കൊന്നുകളയാനും നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയുടെ കീഴിലാണ് ആരുള്ളത്? അദ്ദേഹത്തിൻ്റെ ഭാര്യ ആസിയ ബീവി ഉള്ളത്. ആ ആസിയ ബീവി സത്യവിശ്വാസികൾക്ക് മാതൃകയാണ്. എന്നിട്ട് പറയാണ്, അവരെന്താ പ്രാർത്ഥിച്ചത്? പടച്ചോനെ, ആ നാട്ടിലുള്ള ഏറ്റവും വലിയ കൊട്ടാരത്തിലാണ് അവരുള്ളത്. പക്ഷേ പടച്ചവനെ, റബ്ബി ഇബ്നി ലീ, എനിക്ക് നീ ഓശാരമായി ഔദാര്യമായി നൽകണം. എന്ത്? സ്വർഗത്തിൽ ഒരു വീട്, ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് എനിക്ക് നീ നൽകണം. അപ്പൊ കൊട്ടാരത്തിൽ താമസിക്കുമ്പോഴും അവിടെ മനസ്സുകൊണ്ട് തൃപ്തിയില്ല. കാരണം സത്യനിഷേധത്തിൻ്റെ കേന്ദ്ര ഓഫീസാണത്. മാത്രമല്ല, അക്രമികളായ ജനങ്ങളിൽ നിന്ന്, ഫിർഔനിൻ്റെ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷിക്കണമേ എന്ന് ഭർത്താവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള തിന്മകൾക്കെതിരെ അവിടെ വെച്ച് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുകയാണ്. അപ്പോൾ സഹോദരീ സഹോദരങ്ങളെ, പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് ഒരിക്കലും അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ പിടിച്ചു നിൽക്കുക എന്നത് ജീവിത വിശുദ്ധിയുടെ സുപ്രധാനമായ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിൻ്റെ അർദ്ധവിഭാഗമായ സ്ത്രീകൾ, അവരെ ഉദാഹരിച്ചുകൊണ്ടാണ് സത്യവിശ്വാസികൾക്ക് മാതൃകയുണ്ട് എന്ന് പറഞ്ഞത്. മാത്രമല്ല, മറ്റൊരു റിപ്പോർട്ടിൽ 3 പെൺകുട്ടികൾ ഒരാൾക്കുണ്ടാവുകയും ആ പെൺകുട്ടികളെ മതപരമായി വളർത്തി ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിലേക്ക് അവരെ കൈമാറിയാൽ ആ രക്ഷിതാക്കൾക്ക് സ്വർഗം കിട്ടാൻ അത് മതി എന്നാണ്. ആൺകുട്ടികളെ പോറ്റിയാൽ കൂലിയില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ പെൺകുട്ടികളുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. മാത്രമല്ല, സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞിടത്തേക്ക് യാതൊരു സാമ്പത്തിക ബാധ്യതയും ഇസ്ലാം സ്ത്രീകളെ ഏൽപ്പിച്ചില്ല. ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും പുരുഷന്മാരെ ഏൽപ്പിച്ചു. അഥവാ സ്ത്രീകളെ അങ്ങേയറ്റം ആദരിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് മാത്രമല്ല, അവരുടെ പ്രവർത്തനങ്ങളെ എടുത്തു പറയുകയും, വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീമിൽ തന്നെ തൊട്ടടുത്ത ആയത്തിൽ പറയുന്നു, വമറിയം ബിനത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹ. മറിയം ബീവിയെയും സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതൃകയാക്കി. എന്താണ് അവർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അവർ അവരുടെ ഗുഹ്യ സ്ഥാനത്തെ സൂക്ഷിച്ചു. അവിടെയും ജീവിത വിശുദ്ധിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. അപ്പോൾ 1, സ്ത്രീകളെ ആദരിക്കുന്നു. 2, അവരുടെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ തന്നെ അവരുടെ ജീവിത വിശുദ്ധിയെ എടുത്തു പറയുന്നു. സത്യവിശ്വാസികളായ നാം ശ്രദ്ധിക്കേണ്ടുന്ന സുപ്രധാനമായ കാര്യമാണ് ജീവിത വിശുദ്ധി. വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുത്, വ്യഭിചാരത്തോട് അടുക്കാൻ ഉദ്ദേശിക്കരുത്. അത് വളരെ മ്ലേച്ഛമായ കാര്യം, തെറ്റായ മാർഗമാണ്. വ്യഭിചരിക്കരുത് എന്നല്ല. ജീവിത വിശുദ്ധിയുടെ സുപ്രധാനമായ ഒരു ഭാഗമാണ് ലൈംഗിക വിശുദ്ധി എന്ന് പറയുന്നത്. ആ ലൈംഗിക വിശുദ്ധി നേടിയെടുക്കുന്നതിന് വേണ്ടി ഇസ്ലാം പറയുന്നത് നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല.
വലാ തഖ്റബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോടടുക്കാൻ ഉദ്ദേശിക്കരുത്. വ്യഭിചാരം എന്ന തിന്മ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നുണ്ടാവുകയില്ല. അതുകൊണ്ട് ആ വ്യഭിചാരത്തിലേക്കുള്ള എല്ലാ മാർഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അടച്ചു കളഞ്ഞു. ഫൽ ഐനാനി തസ്നിയാനി വസിനാഹുമാ അന്നദുർ, ഇരു കണ്ണുകളും വ്യഭിചരിക്കുകയും അവയുടെ വ്യഭിചാരം ഹറാമിലേക്കുള്ള നോട്ടമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, കണ്ണിൻ്റെ വ്യഭിചാരം എന്ന് പറയുന്നത് തെറ്റായ നോട്ടമാണ്. അപ്പോൾ കണ്ണിനെ സൂക്ഷിക്കണം. കാഴ്ചയില്ലാത്ത ധാരാളം ആളുകൾ ഇവിടെയുണ്ട്. എനിക്കും നിങ്ങൾക്കും കാഴ്ചയുണ്ട്. ഈ കാഴ്ച കിട്ടാൻ കാഴ്ചയില്ലാത്തവരിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് സൽക്കർമ്മമാണ് ഞാനും നിങ്ങളും ചെയ്തത്? അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് കാഴ്ച ശക്തി എന്നത്. ആ കാഴ്ച ശക്തി നൽകിയ അള്ളാഹു പറഞ്ഞു, ഇന്നതൊന്നും കാണാനും നോക്കാനും പാടില്ല. അതിൽപ്പെട്ടതാണ് തനിക്ക് ഹറാമായ മറ്റൊരുത്തൻ്റെ ഭാര്യ, മറ്റൊരുത്തൻ്റെ പെണ്ണുങ്ങൾ, മറ്റൊരുത്തൻ്റെ ഉമ്മ, അവരെ നോക്കേണ്ട ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് അങ്ങനെ ആ തെറ്റായ നോട്ടം നോക്കിയാൽ ഫൽ ഐനാനി തസ്നിയാനി, ഇരു കണ്ണുകളും വ്യഭിചരിക്കും. കണ്ണുകളുടെ വ്യഭിചാരം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുകയാണ്. മറ്റൊരിടത്ത് ഉള്ളൂ അബ്സ്വാറക്കും വകുഫു ഐദിയക്കും, നിങ്ങൾ ദൃഷ്ടികൾ താഴ്ത്തുക, അക്രമങ്ങളിൽ നിന്നും കൈകളെ നിങ്ങൾ പിടിച്ചു വെക്കുക എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കണ്ണുകളെ താഴ്ത്തിക്കളയുക എന്ന്. അപ്പോൾ നോട്ടം എന്നത് നമ്മുടെ രാജ്യത്ത് ഒരു തെറ്റായ നോട്ടം, ഒരാൾ എന്നെ നോക്കി ഇത്ര സെക്കൻഡ് അയാൾ എന്നെ ദുഷ്ടലാക്കോടുകൂടി നോക്കി എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാം. എന്നാൽ ഒരു സ്ത്രീ എന്നെ നോക്കി എന്ന് പറയുന്നിടത്ത് ആ നിയമം പറയുന്നില്ല. സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, പുരുഷനെ സംബന്ധിച്ചിടത്തോളം നോട്ടമാണ്, കാഴ്ചയാണ് ഏറ്റവും പ്രധാനം. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്പർശനമാണ് പ്രധാനം. നോക്കൂ, ഇസ്ലാം അത് കൃത്യമായി പഠിപ്പിച്ചു. നിങ്ങളെ മതം വല്ലാത്തൊരു മതം, ആരെയും നോക്കാനും പറ്റില്ല, എന്നിട്ട് നോക്കാനും പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ ഇത്ര സെക്കൻഡ് എന്നെ നോക്കിയാൽ കേസ് കൊടുക്കാമെന്ന് നിയമം വെച്ചത്? അപ്പോൾ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ശരിയാകുന്നു, 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 അത് സ്ത്രീകൾക്ക് അപകടമാകുന്നു എന്ന് നമ്മൾ ഈ കാലഘട്ടത്തിലും തുറന്നു പറയുകയാണ്, തുറന്ന് സമ്മതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വിശുദ്ധ ഖുർആനും ആ കാര്യം പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സ്വാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. സത്യവിശ്വാസികളായ ആളുകൾ അവരുടെ കണ്ണുകളെക്കുറിച്ച് പറഞ്ഞു, എന്നിട്ട് അവരുടെ ഗുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കട്ടെ. സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ, അവരുടെ സൗന്ദര്യം അവർ പ്രദർശിപ്പിക്കരുത്. സ്ത്രീകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം പുരുഷന്മാരുടേത് നോട്ടമായതുകൊണ്ട് സൗന്ദര്യമാണ്. ആ സൗന്ദര്യം, എന്നിട്ട് പറഞ്ഞു ആരുടെയൊക്കെ മുമ്പിൽ അവരുടെ ഔറത്ത് വെളിവാകാവുന്ന ദീർഘമായ ഒരു ലിസ്റ്റ് തന്നെ സൂറത്തു നൂറിൽ 31-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. മാത്രമല്ല വയൽരിബിന ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവരുടെ മേൽവസ്ത്രങ്ങൾ അവർ മാറിടത്തിലേക്ക് താഴ്ത്തിയിടട്ടെ. അപ്പോൾ മക്കന എന്ന് പറയുന്നത്, മഫ്ത എന്ന് പറയുന്നത്, അത് ശരിയായതായി മാറുന്നത് അവരുടെ സ്ഥലങ്ങൾ കൂടി മറയുന്നതോടുകൂടിയേ അത് ശരിയായ മഫ്തയാകുന്നുള്ളൂ. പലപ്പോഴും നമ്മൾ ആ രൂപത്തിൽ കാണുന്നില്ല. നാട്ടിലൊരു പേര് തന്നെ വന്നു, സലഫി മഫ്ത. ഇക്കാലഘട്ടത്തിൽ വന്ന ഏറ്റവും നല്ലൊരു പേരാണത്. സലഫുകൾ, സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ അംഗീകരിച്ച ഇസ്ലാമിൻ്റെ വസ്ത്രം. ഒരു സ്ത്രീയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ് അവളുടെ സ്ഥലങ്ങൾ. ഒരു പുരുഷന്റെ ഗുഹ്യഭാഗം പുറത്ത് നേലിച്ച് കണ്ടാൽ എങ്ങനെ? ഒരാൾ തുണിയുടുത്തിരിക്കുന്നു, പാൻ്റ് ഉടുത്തിരിക്കുന്നു, ആ വ്യക്തിയുടെ ഗുഹ്യഭാഗം നേലിച്ച് കണ്ടാൽ എങ്ങനെ? അതിന് സമമാണ് ഒരു സ്ത്രീയുടെ സ്ഥലങ്ങൾ മറ്റൊരാൾക്ക് നേലിച്ച് കാണാൻ സാധിക്കുക എന്നത്. അത് മറയണം, അത് മറക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഖ്ലുവന്ന അഹദുക്കും ബിംറഅത്തിൻ ഫഇന്ന ശൈത്താന സാലിസുഹുമാ, നിങ്ങളിൽ ഒരാളും അന്യ സ്ത്രീകളുമായി തനിച്ചാകരുത്, നിശ്ചയം മൂന്നാമതായി അവിടെ പിശാചുണ്ടാകും. നോക്കൂ, വമ്പിച്ച സംരക്ഷണമാണ്. നമ്മുടെ ഈമാൻ, നമ്മുടെ തഖ്വ തെറ്റിപ്പോകാതിരിക്കാൻ വമ്പിച്ച ഒരു നിയമം അങ്ങോട്ട് പാസ്സാക്കി. എന്താ നിയമം പാസ്സാക്കിയത്?
ഒരന്യ പുരുഷനും ഒരന്യ സ്ത്രീയും ഒരിടത്തൊറ്റക്കാകരുത്. നിങ്ങൾക്ക് ഞങ്ങളെ അറിയില്ലേ? അറിയാം. നിങ്ങളെ ഞങ്ങളെക്കാളും പടച്ചോൻ അറിയാം. ആ പടച്ചോൻ പറയുന്നു ഒരാണും ഒരു പെണ്ണും ഒരിടത്താകരുത്. എന്നിട്ട് പറയുന്നു ഫഇന്ന ശൈത്താന സാലിസുഹുമാ, മൂന്നാമതായി അവിടെ പിശാചുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും അത്തരം ഒരു രംഗം ഉണ്ടാകാനേ പാടില്ല. അങ്ങനെ വന്നാൽ തൊട്ടുടനെ അയൽവാസിയെ വിളിക്കുക, ആയിഷക്കുട്ടി ഒന്നും ഇങ്ങോട്ട് വാ, എൻ്റെ ഒരു ഭർത്താവിൻ്റെ സുഹൃത്ത് വരുന്നുണ്ട്. അപ്പൊ അവിടെ മൂന്നായി. അനിയൻ ഗൾഫിലാണ്, അപ്പോൾ ജ്യേഷ്ഠൻ കാവല് കിടക്കാൻ വരാൻ പാടില്ല. വരികയാണെങ്കിൽ അവനും അവൻ്റെ ഭാര്യയും കൂടി വരണം. അനിയനും ജ്യേഷ്ഠന്റെ ഭാര്യയും ഒറ്റക്കാകരുത്. അല്ലെങ്കിൽ അനിയൻ വരുമ്പോൾ ഉമ്മയെ കൂടി കൂട്ടണം. സുബ്ഹാനല്ലാഹ്, എന്തൊരു സുരക്ഷിതത്വത്തിന്റെ ബോധം, എന്തൊരു സുരക്ഷിതത്വത്തിന്റെ മതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനെ സ്നേഹിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ വമഅഹാ ദൂ മഹ്റമിൻ വലാ തുസാഫിരിൽ മർഅത്തു ഇല്ലാ മഅ ദീ മഹ്റമിൻ മുത്തഫഖുൻ അലൈഹി. ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു പുരുഷനും മഹ്റമില്ലാത്ത അവസ്ഥയിൽ മറ്റൊരു സ്ത്രീയുമായി തനിച്ചാകരുത്. ഒരു സ്ത്രീയും തൻ്റെ മഹ്റമിനോടൊപ്പമല്ലാതെ യാത്ര ചെയ്യരുത്. സ്ത്രീക്ക് എസ്കോർട്ട് ഏർപ്പെടുത്തി. മന്ത്രിമാര് വെറുതെ വരില്ല. മന്ത്രിന്റെ മുമ്പിൽ ഒരു വാഹനം ഉണ്ടാവും, പിന്നിൽ വേറൊരു പോലീസ് വാഹനം ഉണ്ടാവും. ഇതുപോലെ എനിക്കൊറ്റയ്ക്ക് യാത്ര ചെയ്യാം, പക്ഷെ എൻ്റെ ഭാര്യ ദീർഘയാത്ര ചെയ്യണമെങ്കിൽ അവർക്ക് ഇസ്ലാം സെക്യൂരിറ്റി ഏർപ്പെടുത്തി. ഒപ്പം മകൻ പോകണം, അല്ലെങ്കിൽ ഭർത്താവ് പോകണം, രക്തബന്ധമുള്ള ആരെങ്കിലും. ഇത് സ്ത്രീകളെ ബഹുമാനിക്കലല്ലേ? ഒരു സ്ത്രീയെ അവൾ ആക്രമിക്കപ്പെടാൻ, അവൾ തെറ്റായ നോട്ടത്തിനോ പ്രവർത്തനങ്ങൾക്കോ വിധേയമാകുന്ന ഒരു തരത്തിലുള്ള അവസ്ഥയും ഉണ്ടാകരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങളിലൊരാൾ ഇരുമ്പിൻ്റെ ആണി സ്വന്തം തലയിൽ തറക്കുന്നത് അനുവദനീയമല്ലാത്തതുപോലെ ഒരു സ്ത്രീ സ്പർശിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സ്ത്രീയെ സ്പർശിക്കുക. അത് തൻ്റെ തലയിൽ ഒരു ആണി വെച്ചൊരൊറ്റ അടി കൊടുക്കുക. അതാണ് ഒരു സ്ത്രീയെ സ്പർശിക്കുന്നത് നിങ്ങൾക്ക് നല്ലത്. ഒരു അന്യ സ്ത്രീ ഒന്ന് സ്പർശിക്കുക, ആ സ്പർശനത്തെക്കാൾ നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ തലയൊരാണി തറക്കലാണ്. എത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതൊക്കെ പറയാനുള്ള കാരണം ഇന്ന് ഒരു പൊതുവൽക്കരണം, നിസ്സാരവൽക്കരണം സമൂഹത്തിലുണ്ട്. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണം. അങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ അതൊക്കെയാകാം, അതൊന്നും വലിയ തെറ്റൊന്നുമല്ല. ഞാനൊന്ന് ഒരു അന്യ സ്ത്രീക്ക് കൈ കൊടുത്താൽ എന്താ ഇവിടെ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ? നീ വ്യഭിചരിച്ചിരിക്കുന്നു. റസൂലുള്ള പറഞ്ഞ വ്യഭിചാരം നിന്നിൽ സംഭവിച്ചിരിക്കുന്നു. റസൂലുള്ളയുടെ ഷഹാദത്ത് പറയുന്നുവെങ്കിൽ ആ റസൂലുള്ള നിന്റെ തലയിൽ ഒരു ആണി തറക്കുന്നത് എങ്ങനെയുണ്ടാകും? അത്രയും ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ സ്പർശനവും ഷെയ്ക്കാൻഡും ഇതേപോലെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ മുമ്പിൽ വെച്ച് വേണം ഇന്ന് ഒരു ജസ്റ്റിസ് കേൾക്കുകയാണ് സിനിമാ രംഗത്തുള്ള ആളുകളുടെ പരാതികൾ. പരാതി പറഞ്ഞത് മുഴുവനും സ്ത്രീകൾ. അപ്പോൾ പരാതി പറയാൻ ഒരു അവസരം കൊടുത്തപ്പോൾ എന്തേ പുരുഷന്മാർക്ക് പരാതി ഇല്ലാതായിപ്പോയി? സ്ത്രീകൾക്ക് മാത്രം എന്തേ പരാതി വന്നു? അപ്പോൾ ഈ പരാതികൾ മൊത്തം പരിശോധിച്ചു നോക്കിയാൽ മുമ്പ് കാലത്തൊക്കെ ആൾക്ക് പ്രായമുള്ള സിനിമ കാണാൻ പാടില്ല, സിനിമ കാണാൻ പാടില്ല, നിങ്ങളെ ഇസ്ലാമിൽ സിനിമ കാണാൻ പാടില്ലല്ലേ? നോക്കൂ, ഇന്നെന്താ വന്നത്? എന്താണോ വിതച്ചത് അത് കൊയ്തു. ഏറ്റവും മോശപ്പെട്ട രംഗമാണ് സിനിമാ രംഗം. ആണും പെണ്ണും കൂടിക്കലരുന്ന അവസ്ഥകൾ, തനിച്ചാകുന്ന അവസ്ഥകൾ. നടൻ വന്ന് നടിയുടെ റൂമിന് മുട്ടുന്നു. എന്തേ? ഇത്രയും ദീർഘമായ സ്ഥലത്ത് നടി ഒറ്റക്കേ റൂമിലുള്ളൂ. ഇസ്ലാം പറഞ്ഞ നിയമങ്ങളും വന്നിരിക്കുന്ന റിപ്പോർട്ടിലെ പരാമർശങ്ങളും നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ നമ്മൾ പറയും അൽഹംദുലില്ലാഹ്, ഞാൻ എത്ര സുരക്ഷിതമായ മതത്തിലാണുള്ളത് എന്ന് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും. കൊലപാതകങ്ങൾ, അവർ പറയുന്നു ഈ കൊലപാതകത്തിന്റെ ആസൂത്രണം ഞങ്ങൾ പഠിച്ചത് ഇന്ന സിനിമയിൽ നിന്നാണ്. ബാങ്ക് കൊള്ള നടന്നു നമ്മുടെ സംസ്ഥാനത്ത്, അവരെന്താ പറഞ്ഞത്? ഈ ബാങ്കുകളുടെ പാഠം ഞങ്ങൾക്ക് കിട്ടിയത് ഇന്ന സിനിമയിൽ നിന്നാണ്. സിനിമ കൊണ്ടുണ്ടാകുന്ന എന്ത് നന്മ, സമൂഹത്തിൽ എന്ത് നന്മയാണ് സിനിമ കൊണ്ടുള്ളത്? ഒന്നെണ്ണു, 1 2 3. എന്നാൽ സിനിമ കൊണ്ടുള്ള തിന്മകൾ എന്തൊക്കെ നമുക്ക് പറഞ്ഞാൽ തീരില്ല എന്ന്. ഈ സ്ത്രീകളെ പിടിച്ചു വെക്കുന്നു, അവരെ ഒരു വസ്ത്രത്തിന്റെ ഉള്ളിലാക്കുന്നു, നിയന്ത്രണങ്ങൾ വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞവർക്ക് ഇപ്പോഴെന്ത് പറയാനുണ്ട്? സ്ത്രീകളെ കുറിച്ച് ഇസ്ലാം പറഞ്ഞതും അവരുടെ സുരക്ഷിതത്തിന്റെ കവചങ്ങൾ വലിച്ചെറിഞ്ഞപ്പോ
മുസ്ലിങ്ങളല്ലല്ലോ 99%. അപ്പോൾ മാനവർക്ക് അനുകൂലമായ നിയമമാണ് ഇസ്ലാം വെച്ചത്, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല. കാരണം വിശുദ്ധ ഖുർആൻ ഹുദൻ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ നിയമങ്ങൾ പാലിക്കുന്നിടത്ത് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. ബെഡ്റൂമിൽ നടക്കേണ്ടത് സ്ക്രീനിൽ കാണിക്കുന്നു, എന്നിട്ട് കുടുംബസമേതം സിനിമക്ക് പോകുക എന്നുള്ള ഒരാൾ എതിർത്താൽ നിങ്ങളൊക്കെ ഈ കാലത്ത് ജീവിക്കേണ്ട ആളാണോ? എന്നിട്ട് പുരോഗതിയായിട്ട് പറയണം, ഞാൻ എൻ്റെ കുടുംബത്തെയും കൂട്ടി സിനിമക്ക് പോകാറുണ്ട്. ഇതാണത്രേ പുരോഗതിയുടെ അടയാളം. +1-നും +2-നും അതേപോലെ തന്നെ ഹൈസ്കൂളിലും പഠിക്കുന്ന മോനെയും മോളെയും സ്വന്തം ടിക്കറ്റ് എടുത്ത് ഇരുത്തിട്ട് പഠിച്ചോ വ്യഭിചാരം. ആ മകനും മകളും അവരുടെ കോളേജിൽ പോയി, സ്കൂളിൽ പോയി ഈ നിയമങ്ങൾ ലംഘിച്ചാൽ ആരാണ് അത് പഠിപ്പിച്ചു കൊടുത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, സമൂഹം മൊത്തം പിടുത്തം വിടുന്നൊരവസ്ഥയിലാണുള്ളത്. ക്യാമ്പസുകളിലേക്ക്, ഹൈസ്കൂളുകളിലേക്ക് വരെ എത്തിയാൽ ഇതൊന്നും നിയമങ്ങളൊന്നും പാലിക്കാതെ നേരത്തെ നിരീശ്വരവാദം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വന്നത്, ദൈവനിഷേധം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നേരത്തെ വന്നത്. എന്നാൽ ഇപ്പോൾ അത് വന്നിരിക്കുന്നത് ദൈവനിഷേധം അത്ര പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് മറുപടി കിട്ടും, യുക്തിഭദ്രമായ മറുപടി കിട്ടും. ഇസ്ലാം ആകട്ടെ പ്രമാണം കൊണ്ട് തളച്ചിടും അതിനെ. അതുകൊണ്ട് എന്ത് വന്നു? ഇങ്ങനൊക്കെ ആയാൽ മതിയോ? മൈ ബോഡി മൈ ചോയ്സ് അല്ലേ, നമുക്ക് ഇഷ്ടം പോലെ ജീവിക്കണ്ടേ, അതുകൊണ്ട് ഈ നിയമം നീ മതൊക്കെ ആയിക്കോ, അത്ര വലിയ സ്ട്രിക്റ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വന്ന് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചൊരു ടൂറ് പോകുന്നതോടുകൂടി ഏറ്റവും നല്ല മോള് വൃത്തികെട്ടൊരവസ്ഥയിലേക്ക് എത്തുന്നു. ഏറ്റവും നല്ലൊരു മകൻ ലഹരി ആദ്യമായി ഉപയോഗിക്കുന്ന ഏത് ടൂറിൽ നിന്ന്? കലാലയങ്ങളിൽ നിന്ന് പോകുന്ന ടൂറിൽ നിന്ന്. അപ്പോൾ സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ചെയ്യാനുള്ളത് എന്താ? നമ്മെ സുരക്ഷിതമാക്കലാണ് ഒന്നാമത്. നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കുക, നമ്മുടെ മക്കളെ സുരക്ഷിതമാക്കുക. ആ സുരക്ഷിതത്തിന്റെ മാർഗത്തെക്കുറിച്ച് ചിന്തിച്ച് അത് പ്രാവർത്തികമാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ വീടുകൾ, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ നാട് സുരക്ഷിതമാകാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഈ തെറ്റുകളൊക്കെ ചെയ്യുന്നത് വ്യക്തികളാണ്, മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക. ഒരു കോളേജിൽ, ഒരു സ്കൂളിൽ, ഒരു പീരീഡിൽ അധ്യാപകർ പഠിപ്പിച്ചു കൊടുക്കുന്നു, ജീവിതം ഒന്നേയുള്ളൂ, ആസ്വദിച്ചുകൊള്ളുക. ജീവിതം ഒന്നേയുള്ളൂ, ആസ്വദിച്ചു കൊള്ളുക. ദൈവവിശ്വാസികളായ കുട്ടികളെപ്പോലും മുമ്പിൽ വെച്ച് പരസ്യമായി പഠിപ്പിക്കുന്നു. ഇത് നമ്മൾ തിരിച്ചറിയണം. തൊട്ടടുത്ത പീരീഡിൽ മദ്യത്തിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി കാണിക്കുന്നു. മദ്യപിച്ചാൽ, മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ കിഡ്നിക്ക് എന്ത് സംഭവിക്കും, കരളിന് എന്ത് സംഭവിക്കും, ഹേർട്ടിന് എന്ത് സംഭവിക്കും, എന്നിട്ട് പെട്ടെന്ന് ജീവിതത്തിൽ നമുക്ക് ക്യാൻസർ വരാം, മറ്റ് അപകടങ്ങൾ വരാം, ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് വരാം, നിങ്ങൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വയസ്സന്മാരെ പോലെ ഇതൊക്കെ സ്ക്രീനിലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. ഇത്രയും കൃത്യമായി ഡോക്യുമെൻ്ററി കാണിച്ചിട്ടും വീഡിയോയിൽ ഓരോരുത്തരും മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച ആളുകളുടെ ദുരന്തങ്ങൾ കാണിച്ചിട്ടും ആ കുട്ടികൾ എന്തേ അത് ഒഴിവാക്കാത്തത്? തൊട്ടപ്പുറത്തെ പിരികൾ പഠിച്ചിട്ടുണ്ട്, ജീവിതം ഒന്നേയുള്ളൂ, ആസ്വദിച്ചോളൂ. അപ്പോൾ കുട്ടി പറയുന്നു, സർ എനിക്കത് പ്രശ്നമല്ല, ഞാൻ ഇനി മദ്യപിക്കും, ആ കരൾ അങ്ങനെ സംഭവിച്ചോട്ടെ, ജീവിതം ഒന്നല്ലല്ലോ, ഞാൻ മരിക്കാൻ നേരത്തെ ഒരു MDMA ഒരു തുള്ളി കൂടി ഒരിറ്റ് MDMA വായിൽ കിട്ടിറക്കും, ആ മരിക്കുമ്പോഴും ആസ്വാദനം കിട്ടും. ഈ കുട്ടിയോട് നമ്മൾ എന്തു പറയും? ഈ കുട്ടിയോട് ഡോക്യുമെൻ്ററി കാണിച്ചിട്ട് കാര്യമില്ല. അവൻ പറയുന്നു, ശരിയാണ്, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, നിങ്ങൾക്ക് സംഭവിക്കും, എനിക്കൊരു ജീവിതമല്ലോ, അതെനിക്ക് ആസ്വദിക്കണം. അതും അവൻ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. സഹോദരങ്ങളെ, എനിക്കൊരു ജീവിതമേ ഉള്ളൂ എന്നത് അല്ല, നിന്റെ ജീവിതത്തിലേക്കുള്ള യാത്ര മാത്രമാണിത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. അപ്പോൾ മരണാനന്തര ജീവിതം ഉണ്ട് എന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. പരലോകമുണ്ട്,
അടുത്ത പേജ് പരലോകം എന്ന് പറഞ്ഞ് ആ പുസ്തകം വായിക്കൽ മാത്രമല്ല, മരണാനന്തരം ജീവിതം ഉണ്ട് എന്ന് ഖുർആൻ കൊണ്ട് വ്യക്തമായി തെളിയിക്കാൻ പറ്റും. ഹദീസിൽ അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. അപ്പോൾ ഈ അപകടങ്ങളിലേക്ക് എൻ്റെയും നിങ്ങളുടെയും മക്കൾ എത്താതിരിക്കാനുള്ള മാർഗമെന്ത്? ചിലർ പറയുന്നു അവൻ പറഞ്ഞത് കേൾക്കുന്നില്ല, അവൾ പറഞ്ഞത് കേൾക്കുന്നില്ല, എന്തു പറഞ്ഞാലും കേൾക്കുന്ന മോനായിരുന്നു. ശരി, എങ്കിൽ ഒരു കാര്യം പറയട്ടെ, 2.5 വയസ്സിൽ, 3.5 വയസ്സിൽ, 5 വയസ്സിൽ, 6 വയസ്സിൽ, 7 വയസ്സിൽ എന്തു പറഞ്ഞാലും കേൾക്കുന്ന പ്രായമാണത്. എന്തു പറഞ്ഞാലും കേൾക്കുന്ന പ്രായം. ആ പ്രായത്തിൽ പറഞ്ഞു കൊടുത്തോ? എന്തും കേൾക്കുന്ന ആ പ്രായത്തിൽ ദീന് കൊടുക്കണം. മദ്രസ വിദ്യാഭ്യാസം എന്നത് പേരിനൊന്നു പോരാ. മക്കള് മദ്രസയെ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ മോശല്ലേ, എന്നാ പിന്നെ ചേർത്തേക്കുക. അങ്ങനെയല്ല. ആ മദ്രസ വിദ്യാഭ്യാസത്തിലാണ് ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് കിട്ടുന്നത്. അത് നല്ലോണം ശ്രദ്ധിക്കണമെന്ന് മാത്രമല്ല, മദ്രസയിലെ ഒന്നാമത്തെ ഉസ്താദ് മദ്രസയുടെ LKGയും UKGയും വീട്ടിലാണ്. LKGയും UKGയും വീട്ടിലാണ്. കാരണം ആ മദ്രസയിലെ ഉസ്താദുമാർ ഉമ്മയും ഉപ്പയും അടക്കമുള്ള മുതിർന്നവരാണ്. അവരിൽ നിന്ന് കുട്ടികൾക്ക് ദീന് കിട്ടണം. പരലോകമുണ്ടെന്നവരെ പഠിപ്പിക്കണം. വിശുദ്ധ ഖുർആൻ കാണാതെ പഠിപ്പിക്കണം. ഹദീസുകൾ അവരെ കേൾപ്പിക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ ഭക്ഷണ സമയത്ത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ അതോടൊപ്പം അവർ വളർന്നു വരുമ്പോൾ അവർക്ക് ഒരു 14-15 വയസ്സാകുമ്പോൾ ജീവിതത്തിലേക്ക് നന്മതിന്മകൾ വേർതിരിച്ചറിയാനുള്ള കഴിവ് ലഭ്യമായി അവർ വിചാരണ ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവർ പ്രവേശിക്കുമ്പോൾ അവർക്ക് ദീനിനെക്കുറിച്ച്, തെറ്റിനെക്കുറിച്ച്, ശരിയെക്കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, ഖബറിനെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ ഈ മഹാപ്രളയത്തിൽ, ഈ തിന്മയുടെ പ്രളയത്തിൽ നമ്മുടെ മക്കൾ പെടൂല എന്ന് മാത്രമല്ല, മക്കൾ വീട്ടിലൊന്ന് വൈകുന്നേരം പറഞ്ഞുതരും, ഉമ്മ ഇന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നീയൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ആ കുട്ടി മഫ്തൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ആടുന്ന്, ഞാനാകെ പേടിച്ചു പോയി. ഇവൾ ആടിയില്ല എന്നതിൻ്റെ അർത്ഥം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ സുരക്ഷിത വലയങ്ങളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരാൻ ഖുർആൻ ക്ലാസിൻ്റെ ഒരു അറിയിപ്പ് കിട്ടി അപ്പം തീരുമാനിക്കണം, ഇന്ന് ഞാൻ ഖുർആൻ ക്ലാസ്സിനെത്തും. അവിടെ തീരുമാനിക്കണം. അങ്ങനെ ദീനിയായ സോഷ്യൽ മീഡിയയുടെ പ്രളയം, ഫോൺ ഒഴിവാക്കാൻ കഴിയില്ല. അതേ സോഷ്യൽ മീഡിയയിൽ ഒരു ഭാഗത്ത് 24 hours വർക്ക് ചെയ്യുന്ന പീസ് റേഡിയോ ഉണ്ട്. നമ്മുടെ വിശാലമായ ദീനി കാര്യങ്ങൾ പഠിക്കുവാനുള്ള ജമീൽ ആപ്പുണ്ട്. അതിൽ തന്നെ നന്മയുടെ വലിയൊരു വശമുണ്ട്. ആ വശത്തേക്ക് കുട്ടികൾക്ക് പ്രേരണ കൊടുക്കണം. അങ്ങനെ ദീനാകുന്ന അഭിമാനം അത് വീട്ടിൽ മാത്രമല്ല, വീടുകളിൽ ദീനിയായ സംസാരങ്ങൾ ഉണ്ടാകണം. നാട്ടിലുള്ള എല്ലാ കാര്യവും വീട്ടിൽ ചർച്ച ചെയ്യും. ഇന്നത്തെ ഹുത്തുബ മാത്രം ചർച്ച ചെയ്യൂല. ഞാനിന്ന് തളിപ്പറമ്പ് പള്ളിയിലായിരുന്നു. അവിടുന്ന് ഇങ്ങനെയൊക്കെയാണ് ഹുത്തുബയെ പറഞ്ഞത്. എന്തേ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോട്, മക്കളോട് നമുക്ക് ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞുകൂടാ? ഞാൻ ഇന്നൊരു ഹുത്തുബ കേട്ടത് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു, എല്ലാവരും കേൾക്കണം, കേട്ടവർ ടിക്കിടണം. ഉപ്പ പറഞ്ഞ മക്കൾ കേൾക്കും. കുടുംബ ഗ്രൂപ്പുകൾ തമാശ പറയാൻ മാത്രമുള്ളതല്ല, വേണം കുടുംബത്തിന് അവരുടെ കുടുംബത്തിലെ വിശേഷങ്ങൾ അറിയാനൊക്കെ ആവശ്യമാണ്. എന്നാൽ ആ കുടുംബം ഖുഅൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ അഹലുകാരുടെയും ശരീരങ്ങളെ നരകത്തുനിന്ന് കാത്തു രക്ഷിക്കണം. വെള്ളിയാഴ്ച വരുമ്പോൾ കുടുംബത്തിൽ ഒരാളിടുന്ന വെള്ളിയാഴ്ചയാണ് സൂറത്തുൽ കഹ്ഫ് ഓതണം. ഇത് കുടുംബ ഗ്രൂപ്പിലിടാത്തത് എന്തുകൊണ്ട്? ഇന്ന് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. എന്തേ കുടുംബ ഗ്രൂപ്പിലിടാത്തത്? അങ്ങനെ കുടുംബ ഗ്രൂപ്പ് മൊത്തം ദീനിയായ ചർച്ചകൾ മാത്രമാക്കണമെന്നല്ല, മറിച്ച് അത്തരം കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കാൻ നമ്മൾക്ക് മയ്യത്ത് നമസ്കരിക്കേണ്ടുന്ന നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ നമ്മോടൊപ്പം ചേർക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ നന്മ, ഒരു നന്മയും ഉണ്ടായിട്ട് കാര്യമില്ല. ഏറ്റവും വലിയ നന്മയില്ലെങ്കിൽ ഏറ്റവും വലിയ നന്മ സ്വർഗത്തിൻ്റെ താക്കോലാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നന്മയില്ലെങ്കിൽ പിന്നീട് എന്ത് നന്മയുണ്ടായിട്ടും കാര്യമില്ല. ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരിലുള്ള കാര്യമാണ്. ആ തിന്മ വന്നാൽ പിന്നെ മറ്റ് തിന്മകളെക്കാളും ഗൗരവം ഈ തിന്മയോടുകൂടി നരകം ഉറപ്പായി പോകും. അതുകൊണ്ട് സമയം എന്തിനാ വാച്ച് കെട്ടിയ പടച്ചോനോ?
സമയത്തെ സൃഷ്ടിച്ചത് പടച്ചോനല്ലേ? അപ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത മക്കയിലെ മുശ്രിക്കുകളൊക്കെ തോറ്റുപോവാണ്. ഞങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശംസ വൽ ഖമർ ലയഖൂലുന്നല്ലാഹ്. മക്കയിലെ മുശ്രിക്കുകളോട് മുഹമ്മദ് നബിയെ, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ആരാണ് സൂര്യചന്ദ്രന്മാരെ ശരിപ്പെടുത്തത്? അവർ പറയും ലയഖൂലുന്നല്ലാഹ്, അവർ അല്ലാഹുവാണെന്ന് അവർ പറയും. അല്ലാഹുവാണ് ആകാശത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, നിങ്ങളെ സൃഷ്ടിച്ചത്, കാര്യങ്ങൾ. വമൻ യുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്? അല്ലാഹുവാണെന്ന് അവർ പറയും. അതാണ് മക്കയിലെ മുശ്രിക്കിന്റെ സ്ഥിതി. എന്നാൽ പടച്ചോൻ, നോക്കൂ ആ പദത്തിന് ഗൗരവം. പടച്ചോൻ, ഞങ്ങളെ പടച്ചോൻ CM ആണ്. അത് ഇവിടുന്ന് കിട്ടിയതല്ല. മുഹൈദ്ദീൻ മാലയിൽ നമുക്ക് കാണാം ഹല്ലാജിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഹല്ലാജ് ഷിയ വിശ്വാസിയാണ്, നമുക്ക് തെളിയിക്കാൻ പറ്റും. ആ ഹല്ലാജ് പറഞ്ഞിട്ടുണ്ട് ഞാൻ പടച്ചോനാണ് എന്ന്. ഞാൻ പടച്ചോനാണ് എന്ന് പറഞ്ഞ ഹല്ലാജിനെ മഹത്വവൽക്കരിച്ച ആ ഷിയ ആശയക്കാരനെ മഹത്വവൽക്കരിച്ച മുഹൈദ്ദീൻ മാല വീട്ടിലുണ്ട്. ആ മുഹൈദ്ദീൻ മാല പാടെടുപ്പ് എവിടുന്ന് കിട്ടി? ഇതിന്റെ വേറെ എവിടെ എത്തി? അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ്. അല്ലാ തസ്റു വാസിറത്തും വിസ്റ ഉഖറ, ഒരാളുടെയും പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കുകയില്ല. വഅലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, എല്ലാ ഓരോ മനുഷ്യനും അവനവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല. നമ്മൾ പ്രവർത്തിച്ചത് മാത്രമേ നമുക്ക് പരലോകത്തുണ്ടാവുകയുള്ളൂ. ഈ ബോധം വരണമെങ്കിൽ CMനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് എന്താ മനസ്സിലാവുക? CMന്റെ മുഖത്തേക്ക് നോക്കിയാൽ പിന്നെ നരകത്ത് പോല, ഞാൻ കഴിച്ചില്ലായി, ഞാൻ CMന്റെ മുഖം കാണാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലോ എന്നല്ലേ ആ വ്യക്തി ചിന്തിക്കുക. അപ്പോൾ ശിർക്ക് വന്നാലുള്ള ദോഷം, ഞാൻ രക്ഷപ്പെട്ടു പോകും. ഞാൻ ആരാ? കഴിഞ്ഞ ആണ്ടിന് എൻ്റെ വക 2 കുട്ടനെ കൊടുത്തിട്ടുണ്ട്. നബിദിനം വന്നാൽ പിന്നെ എൻ്റെ വകല്ലേ അരി മൊത്തം. അപ്പൊ ഇവന്റെ വിചാരം എന്താ? പരലോകത്തെത്തിയാൽ ഇവനെ നരകത്തിലേക്ക് മലക്കൾ കൊണ്ടുപോകുമ്പോൾ മൊയ്തീഷയും റിഫായിഷയും എല്ലാവരും കൂടി വന്നിട്ട് ഇവനെ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകും. ഈ വിചാരമായിട്ട് ആ പരലോകത്ത് പോകുന്ന ഒറ്റൊരുത്തരുണ്ടാവില്ല. മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളോട് പറഞ്ഞത് എന്താ? അൻഖിദി നഫ്സകി മിനന്നാർ, നിന്റെ തടി നീ നരകത്ത് നിന്ന് കാക്കണം. റസൂലുള്ളയേക്കാൾ വലിയൊരു വലിയ ലോകത്തുണ്ടോ? ആ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ എനിക്കും നിങ്ങൾക്കും കിട്ടണമെങ്കിൽ റസൂലുള്ള പഠിപ്പിച്ച ഈമാനിൽ നമ്മൾ ഉണ്ടാകണം, റസൂലുള്ള പഠിപ്പിച്ച ഇസ്ലാമിൽ നമ്മൾ ഉണ്ടാകണം. എന്നാലേ ആ ശുപാർശ കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു ആളെയും നമ്മൾ കുറ്റം പറയണ്ട, മരിച്ചെടുക്കുന്ന കബറിൽ കിടക്കുന്ന ഒരാളെയും കുറ്റം പറയണ്ട. പക്ഷേ അവരുടെ അടുത്ത് പോയി നമ്മുടെ കുട്ടി പരീക്ഷയ്ക്ക് വിജയിക്കുന്ന കാര്യം തളിപ്പറമ്പിലെ മഖാമിൽ പോയി പറയുന്നുവെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അബദ്ധം പറ്റിയിരിക്കുന്നു. അത് പറയേണ്ടത് കൈകൾ ഉയർത്തി പടച്ചവനോടാണ്. ഭൂമിയിലേക്കല്ല കൈകൾ തിരിച്ചു പിടിക്കേണ്ടത്, പടച്ചവരിലേക്കാണ് തിരിച്ചു പിടിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഏറ്റവും വലിയ തിന്മ സംബന്ധിച്ച് നമ്മൾ കുട്ടികൾ, അതാണ് യാ ബുനയ്യ, എൻ്റെ പ്രിയപ്പെട്ട മകനെ, ലാ തുശ്രിക് ബില്ലാ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ അക്രമമാണ്. ഒരു ഉപ്പ മകനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ചർച്ചയ്ക്ക് വിധേയമായി എനിക്കും എൻ്റെ കുടുംബത്തിനും ഒന്നിച്ച് സ്വർഗത്തിൽ പോകണം എന്നൊരു മുദ്രാവാക്യം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമാകുന്ന അജയ്യമായ ആദർശം, ഏത് ഇഷ്യൂ വന്നാലും പരിഹാരം ഇസ്ലാം. കാരണം അത് റസൂലുള്ള സ്വന്തമായി ആലോചിച്ചുണ്ടാക്കിയ മതമല്ല. വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, നിങ്ങളുടെ സഹോദരൻ തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല, വഹയിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ദീനിനെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ആശുപത്രികളിലാണ്, ബെഡുകളിലാണ്. അല്ലാഹുവേ, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. അല്ലാഹുവേ, താങ്ങാനാകാത്ത അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, കടക്കണിയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, നിന്റെ ദീനിനോട് ഹുബ്ബുള്ള നല്ല മനസ്സുകളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന് നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.